മോർജിൻസ് എഫ്എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ വിക്രമിനോട് സുഹൃത്തുക്കൾ അന്ന് ശ്രീനിവാസിൻ്റെ വീട്ടിൽ നിന്നും വിക്രമം പോയതിനു ശേഷം നടന്ന സംഭവം പറയാണ്. ശ്രീനിവാസന് അന്ന് വിക്രമിൻ്റെ വീട്ടിൽ വെച്ച് വിക്രമിൻ്റെ അച്ഛൻ പറഞ്ഞത് ഏറെ വിഷമം ഉണ്ടാക്കിയെന്നും അതിനാലാണ് അവനെ അങ്ങനെ പറഞ്ഞയച്ചതെന്നും പറയാണ്. പിന്നെ താൻ ഒരിക്കലും അവനെ തള്ളി പറയില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോഴാണ് വിക്രമിന് കുറച്ചെങ്കിലും സമാധാനമായത്. അപ്പോഴാണ് അവിടേക്ക് രാധ വരുന്നത്. അവൾ വിക്രമിനോട് കയർക്കുന്നുണ്ട്. രാധ വിക്രമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ശരിക്കും ഇഷ്ടത്തിലാണോ എന്ന്, അഥവാ വേദയും വിക്രമും ഇഷ്ടത്തിലാണോ എന്നാണ് രാധ ചോദിക്കുന്നത്. അപ്പോൾ വിക്രം ഓർക്കുന്നത് കാണിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാധയുടെ അമ്മ വിക്രമിനെ കണ്ട് സംസാരിക്കുന്നത്. രാധയുടെ അമ്മ പറയുന്നുണ്ട്, നീ രാധയെ നിന്നിൽ നിന്നും അകറ്റണം എന്നും അവളെ മനസ്സ് അതോടെ മാറണമെന്നും. അതുകൊണ്ട് തന്നെ വിക്രം രാധയോട് പറയാണ്, എനിക്ക് നീ വിചാരിക്കുന്ന പോലെ ഒരു ഇഷ്ടം നിന്നോടില്ല എന്നും എനിക്ക് വേദയെയാണ് ഇഷ്ടമെന്നും. ഇത് കേട്ടതും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ് രാധ. അപ്പോഴാണ് അവിടേക്ക് വേദ വരുന്നത്. വിക്രമിന് കഴിക്കാനുള്ള ഫുഡുമായി വരികയാണ് വേദ. വിക്രമിനെ അവൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടി കളിയാക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും ഭക്ഷണം കഴിക്കാനായി പോയി. അവിടെ ഇരിക്കുന്ന വിക്രമിൻ്റെ മുമ്പിലേക്ക് ചോറ് വിളമ്പുകയാണ് വേദ. വിളമ്പിയ ചോറ് വിക്രമിൻ്റെ മുമ്പിലേക്ക് നീട്ടിയതും അത് ഒരു മടിയും കൂടാതെ വലിച്ചെറിയുകയാണ് വിക്രം. നിലത്ത് വീണ ചോറ് വാരിയെടുത്തുകൊണ്ട് വേദ പറയുന്നുണ്ട്, ഇത് ഉണ്ടാക്കാൻ നിങ്ങളുടെ അച്ഛൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നും ഇതിൻ്റെ പിന്നിലെ വിയർപ്പിൻ്റെ വില ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും. ഇനി എന്നും നിങ്ങൾ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോഴും ഈ ചെളി പുരണ്ട ഭക്ഷണം ഓർമ്മ വരണമെന്നും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ദേഷ്യത്തോടെ റൂമിലൂടെ നടക്കുന്ന നന്ദിനിയാണ്. എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന പരാതിയിലും ദേഷ്യത്തിലും ആയിരുന്നു നന്ദിനി. ഇതിനെല്ലാം വേദയാണ് കാരണമെന്നും അവൾ വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഉണ്ടായതെന്നും നന്ദിനി പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നന്ദിനിക്ക് വട്ടാണെന്ന മട്ടിൽ സംസാരിക്കുകയാണ് വിനായകൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.